നികുതി പരിധി 12 ലക്ഷമാക്കി കേന്ദ്ര ബജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചതോടെ സംസ്ഥാന സർക്കാർ ജീവനക്കാരിൽ 80% നികുതി അടയ്ക്കേണ്ടി വരില്ല. പ്രതിമാസം 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ശമ്പളം വാങ്ങുന്ന ജീവനക്കാർ ആദായ നികുതി അടച്ചാൽ മതി എന്ന സ്ഥിതിയാണ് പുതിയതായി സംജാതമായത്. എന്നാൽ ഇവർക്കും പുതിയ സാഹചര്യത്തിൽ നികുതി ഇളവ് ലഭിക്കുമെന്ന് ഉറപ്പാണ്. സംസ്ഥാന സർക്കാരിന് കീഴിലെ 5.5 ലക്ഷം ജീവനക്കാരിൽ ഏതാണ്ട് 80,000-ന് താഴെ പേർ മാത്രമേ പുതിയ പ്രഖ്യാപനം പ്രകാരം ആദായ നികുതി അടയ്ക്കേണ്ടതായി വരൂ. സെക്രട്ടേറിയറ്റിൽ അണ്ടർ സെക്രട്ടറി ഹയർ ഗ്രേഡിന് മുകളിലുള്ള ജീവനക്കാർ മാത്രമാണ് അടുത്ത സാമ്പത്തിക വർഷം ആദായ നികുതി അടയ്ക്കേണ്ടി വരിക. മറ്റു വകുപ്പുകളിൽ ഡെപ്യൂട്ടി ഡയറക്ടർ, ഡിവൈഎസ്പി, കോളേജ് അധ്യാപകർ, നിശ്ചിത വർഷം സർവീസുള്ള ഹയർ സെക്കൻഡറി സ്കൂൾ സീനിയർ അധ്യാപകർ തുടങ്ങിയവർ ആദായ നികുതി സ്ലാബിൽ ഉൾപ്പെടും. കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച ആദായ നികുതി ഇളവിലൂടെ ജീവനക്കാർക്ക് കുറഞ്ഞത് 1 മാസത്തെ ശമ്പളം ലഭ്യമാകുമെന്നാണ് കണക്കാക്കുന്നത്. ധനവകുപ്പിന്റെ കണക്കു പ്രകാരം 2,88,120 സർക്കാർ ജീവനക്കാരാണ് 50,000 രൂപയ്ക്ക് മുകളിൽ ശമ്പളം വാങ്ങുന്നത്. നിലവിലെ സമ്പ്രദായ പ്രകാരം 3.5 ലക്ഷത്തോളം ജീവനക്കാർ ആദായ നികുതി പരിധിയിൽ ഉൾപ്പെട്ടിരുന്നു. ഇതാണ് ഏതാണ്ട് 4-1 കുറയുന്നത്. എന്നാൽ IAS, IPS അടക്കമുള്ള സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരിൽ ജൂനിയർ ഉദ്യോഗസ്ഥർ ഒഴികെയുള്ളവർ ആദായ നികുതി അടയ്ക്കേണ്ടി വരും. അതേസമയം BJP അനുകൂല സർവീസ് സംഘടനകൾക്ക് കേരളത്തിൽ വേരോട്ടമുണ്ടാക്കാനുള്ള അവസരം കൂടിയാണ് പുതിയ പ്രഖ്യാപനം. സംസ്ഥാന സർക്കാർ ജീവനക്കാരിൽ നല്ലൊരു ശതമാനത്തിനും പുതിയ ആനുകൂല്യം ലഭ്യമാകുമ്പോൾ അത് BJP അനുകൂലമായ ആളുകൾ ചിന്തിക്കാൻ ഇടയാക്കുമെന്നാണ് വിലയിരുത്തൽ. പുതിയ നികുതി വ്യവസ്ഥയിൽ നികുതി സ്ലാബ് പുനഃക്രമീകരിച്ച് 12 ലക്ഷം രൂപ വരെ ആദായ നികുതി ഒഴിവാക്കുന്നതോടെ വലിയൊരളവ് നികുതിദായകർക്ക് ആശ്വാസമാകും. അതിനൊപ്പം സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കൂടി ചേരുന്നതോടെ 12.75 ലക്ഷം രൂപ വരെ ശമ്പളക്കാരായ നികുതിദായകർക്ക് നേട്ടം ലഭിക്കും. ശമ്പളക്കാരായ നികുതിദായകർക്ക് മറ്റു രേഖകളില്ലാതെ ലഭിക്കുന്ന നികുതി ഇളവാണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. പുതിയ നികുതി വ്യവസ്ഥയിൽ 75,000 രൂപയാണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അനുവദിക്കുക. പുതിയ പ്രഖ്യാപനത്തോടെ ഈ വരുമാനക്കാർക്കും നികുതി ബാധ്യത ഒഴിവാക്കാനാകും.